പ്രിയ സഹോദരങ്ങളെ, നോൻപുകാല വിചിന്തനങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആഷ് വെനസ്ഡേ, വിഭൂതി തിരുനാൾ. ഇന്ന് ദൈവം നമ്മെ ആശ്വസിപ്പിക്കാൻ വരുന്നില്ല. ഇന്ന് അവൻ നമ്മെ ഉണർത്താൻ വരുന്നു. നമ്മുടെ നെറ്റിയിൽ ചാരം ചാർത്തപ്പെടുമ്പോൾ ദൈവം ഒരു സത്യം പ്രഖ്യാപിക്കുന്നു. യു ആർ നോട്ട് ഇൻ കൺട്രോൾ. നിങ്ങൾ നിങ്ങളുടെ തന്നെ നിയന്ത്രണത്തിലല്ല. യു ആർ ഡസ്റ്റ്. നിങ്ങൾ പൊടിയാണ്. പൊടിയിലേക്ക് തന്നെ പിന്തിരിയും. നമുക്ക് പദ്ധതികൾ ഉണ്ടാകാം, നമ്മൾ വിജയങ്ങൾ നേടിയെടുക്കാം, നമ്മൾ ജീവിതം കെട്ടിപ്പടുക്കാം. പക്ഷേ ഒരു ശ്വാസം മതി എല്ലാം മാറാൻ. നോൻപുകാലം തുടങ്ങുന്നത് സ്വയം മെച്ചപ്പെടുത്തലൂടെ അല്ല, ഭ്രമത്തിൻ്റെ ഇല്യൂഷൻ, അതിൻ്റെ വെളിപ്പെടുത്തലൂടെയാണ്. ദ റെവലേഷൻ ഓഫ് ഇല്യൂഷൻസ്. എന്താണ് നമ്മുടെ ഏറ്റവും വലിയ ഭ്രമം? ഐ ക്യാൻ ഡു എനിത്തിങ് ആൻഡ് എവറിത്തിങ്. എനിക്കെല്ലാം കഴിയും. ഐ ക്യാൻ മാനേജ്. എനിക്കെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയും. ഐ ആം ഇൻ കൺട്രോൾ. എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ്. ഇതെല്ലാം നമ്മുടെ ഭ്രമങ്ങളാണ്. നമ്മൾ വിശ്വാസികളാണ്, പക്ഷെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടേതാണെന്ന് നാം കരുതുന്നുണ്ടോ? ഇവിടെയാണ് ഞാൻ എഴുതിയൊരു പുസ്തകം ദ ഗെത്സമൻ സ്കൂൾ ഓഫ് ക്രൈസ്റ്റ് എന്നതിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നിന്റെ ശക്തിയുടെ മരണം എന്നതാണ് ഗെത്സമൻ സ്കൂളിലെ ആദ്യ പാഠം. ഗെത്സമനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ദുർബലത എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. നമുക്കിപ്പോൾ ആ ഗെത്സമൻ തോട്ടത്തിലേക്ക് പോകാം. അവിടെ ഒരു വിചിത്ര സത്യമുണ്ട്. ദൈവപുത്രൻ ഭയപ്പെടുന്നു, ദൈവപുത്രൻ വിറക്കുന്നു, ദൈവപുത്രൻ വിയർക്കുന്നു, രക്തം വിയർക്കുന്നു. ദൈവപുത്രൻ പറയുകയാണ്, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമാണെന്ന്. അതെ പ്രിയമുള്ളവരെ, വിറക്കുന്ന ദൈവം, വിയർക്കുന്ന ദൈവം, ഭയപ്പെടുന്ന ദൈവം. എന്താണ് നമ്മോട് പറയുന്നത്? ദുർബലത പാപമല്ല, ക്ഷീണം വിശ്വാസ ദ്രോഹമല്ല. പക്ഷെ ശ്രദ്ധിക്കുക, യേശു തന്റെ ഭയം മറച്ചു വയ്ക്കുന്നില്ല. അദ്ദേഹം അത് പിതാവിനോട് തുറന്നു പറയുന്നു. എന്താണ് നോൻപുകാലം? അതൊരു ഭക്ത പരിപാടിയല്ല, ഇത് ഒരു ആത്മീയ ശസ്ത്രക്രിയയാണ്. എ സ്പിരിച്വൽ സർജറി. ദൈവം നമ്മിൽ നിന്ന് എന്താണ് എടുത്തു കളയുന്നത്? പ്രധാനമായിട്ടൊരു കാര്യം, നിയന്ത്രണത്തിൻ്റെ ഭ്രമം, ദ ഇല്യൂഷൻ ഓഫ് കൺട്രോൾ. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഈ കാര്യമൊന്ന് സാധിച്ചു തന്നേക്കണേ, ഈ കാര്യമൊന്ന് മാറ്റിമായാൽ ഞാൻ അങ്ങിൽ വിശ്വസിക്കാം, അങ്ങയുടെ കൂടെ വരാം, അങ്ങയുടെ കൂടെ നിൽക്കാമെന്ന്. എന്നാൽ ഗെത്സമനിൽ യേശു വ്യത്യസ്തമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ഈ പാനപാത്രം ഒന്ന് നീങ്ങിപ്പോകണമേ. പക്ഷെ ഉടനെ പറയുകയാണ്, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അവിടെയാണ് സത്യമായ വിശ്വാസം ജനിക്കുന്നത്. ഇതാണ് ഗെത്സമൻ സ്കൂളിലെ ആദ്യ പാഠം. നിനക്ക് സുരക്ഷിതമായ വിശ്വാസം വേണോ, അതോ രൂപപ്പെടുത്തുന്ന വിശ്വാസം വേണം? രൂപപ്പെടുന്ന വിശ്വാസമാണ് ഗെത്സമനിൽ ജനിക്കുന്നത്. അവിടെ ദൈവം നിന്റെ ആശ്വാസം എല്ലാം എടുത്തു കളയും. നിന്റെ ഉറപ്പങ്ങ് പോകും. നിന് സ്വയമുള്ള വിശ്വാസം അതും അങ്ങ് തകർക്കും. പക്ഷേ അവൻ നിനക്ക് വേറൊരു കാര്യം നൽകും, സമർപ്പണം. തൻ്റെ പുത്രൻ തനിക്ക് നൽകിയ ആ കമ്മിറ്റ്മെന്റ്, ആ സമർപ്പണം, അതാണ് നമുക്കും ദൈവം ദാനമായി നൽകുന്നത്. ഈ നോൻപ് കാലത്തിൽ നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചേക്കാം, കൂടുതൽ ഉപവാസങ്ങൾ അനുഷ്ഠിച്ചേക്കാം, ദാനധർമ്മങ്ങൾ ചെയ്തേക്കാം, ഭക്തിപരമായ പല കാര്യങ്ങളും ചെയ്തേക്കാം. പക്ഷേ ഇതൊന്നും മതിയാകില്ല. എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന ഭ്രമം മരിക്കാത്തിടത്തോളം കാലം ഈ ചെയ്യുന്ന ഭക്തകൃത്യങ്ങൾക്ക് വേണ്ടത്ര പ്രതിഫലം ലഭിക്കുകയില്ല. അതാണ് ഗെത്സമൻ സ്കൂൾ നമ്മെ പഠിപ്പിക്കുന്നത്. ദുർബലതയെ സമ്മതിക്കുക,
ഭയത്തെ പേര് പറഞ്ഞു വിളിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധരാകുക. ഇപ്പോൾ നിന്റെ സത്യം എന്താണ്? നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് തകരുന്നത്? ആരോഗ്യം, ബന്ധങ്ങൾ, സേവനം, സമ്പത്ത്, അതുമല്ലെങ്കിൽ ആന്തരിക സമാധാനം. ഇന്ന് വരെ നീ ശക്തനായിരിക്കാനാണ് ശ്രമിച്ചത്. ഇന്ന് നോൻപുകാലം പറയുന്നു ശക്തനാകേണ്ട. ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക: പിതാവേ, എനിക്ക് ഭയമുണ്ട്. പിതാവേ, എൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്നു. പക്ഷെ പിതാവ്, ഞാൻ ഓടിപ്പോകില്ല, ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കും. അതാണ് ഗെത്സമനിനെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക, ഗെത്സമനിൽ ദൈവം യേശുവിൻ്റെ വേദന എടുത്തു കളഞ്ഞില്ല. പക്ഷേ പിതാവ് പുത്രനെ ഒറ്റയ്ക്ക് വിട്ടതുമില്ല. അതുതന്നെയാണ് നമ്മുടെയും പ്രത്യാശ. ജീവിതത്തില് പ്രയാസവും ദുഃഖവും ഉണ്ടാകുമ്പോൾ നമ്മുടെ പിതാവായ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. ചാരം ഒരു വിധിയല്ല. നമ്മുടെ നെറ്റിയിലെ ചാരം ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു വിധിയല്ല, അതൊരു ക്ഷണമാണ്, ആൻ ഇൻവിറ്റേഷൻ. പൊടി ദൈവത്തിൻ്റെ കരങ്ങളിൽ പുതിയ രൂപം നേടും. പക്ഷെ ആദ്യം പൊടി സമ്മതിക്കണം ഞാൻ പൊടിയാണെന്ന്. അതേ പ്രിയമുള്ളവരെ, നോൻപുകാലം നമ്മോട് പറയുകയാണ്, നാം പൊടിയാണ്, പക്ഷെ ഈ പൊടിയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വച്ചു കഴിഞ്ഞാൽ ദൈവം അതിനെ ഒരു പുതിയ വ്യക്തിയായി മാറ്റിയെടുക്കും. ഈ നോൻപുകാലത്തിൽ നമ്മൾ ഗെത്സമനി സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ശക്തി പഠിക്കാനല്ല, സമർപ്പണം പഠിക്കാനാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല, മുറിവേറ്റ പുത്രൻ ഇതിനകം ആ തോട്ടത്തിൽ നമ്മയും കാത്തു നിൽക്കുന്നുണ്ട്. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം: മുറിവുകളുള്ള കർത്താവേ, ഞങ്ങളുടെ ഭ്രമങ്ങളെ തകർക്കണമേ. ഞങ്ങളുടെ വ്യാജമായ ശക്തികൾ മരിച്ചു പോകട്ടെ. സമർപ്പണത്തിൻ്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ നോൻപ് കാലത്തില് ഞങ്ങളുടെ ഗെത്സമൻ അങ്ങ് രൂപപ്പെടുത്തണമേ. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്.